കൊടുങ്ങല്ലൂരിൽ മാതൃസമക്ഷം പോയി മടങ്ങിവന്ന് സർവാഭരണ വിഭൂഷിതയായി വിളങ്ങിയ ചെട്ടികുളങ്ങര ദേവി നൽകിയ കാർത്തിക ദർശനം ഭക്തർക്ക് ആത്മനിർവൃതി പകർന്നു. ഹരിപ്പാട് നിന്നും ഘോഷയാത്രയായി എത്തിച്ച തിരുവാഭരണം ചാർത്തിയുള്ള ദർശനം കണ്ട് പുണ്യം നേടാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും വൻ ഭക്തജന പ്രവാഹമാണ് ഉണ്ടായത്. ഭക്തസഹസ്രം ചെട്ടികുളങ്ങര ഭഗവതിയെ സർവാഭരണ വിഭൂഷിതയായി കണ്ടു തൊഴുത് കാർത്തിക ദർശനത്തിന്റെ പുണ്യം നേടി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6:30 വരെ തിരുവാഭരണം ചാർത്തിയുള്ള ദർശനം നടന്നു. ചെട്ടികുളങ്ങര ഭഗവതിക്ക് രാജഭരണകാലത്തുൾപ്പെടെ നൂറ്റാണ്ടുകളായി ലഭിച്ച പരമ്പരാഗതമായ തിരുവാഭരണങ്ങൾ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരുന്നത്. രാജഭരണകാലത്ത് നടക്കി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള അത്യപൂർവ തങ്ക തിരുവാഭരണങ്ങളാണ് സ്ട്രോങ് റൂമിലുണ്ടായിരുന്നത്. ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ അഭ്യർത്ഥന പ്രകാരം ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവാഭരണങ്ങൾ ഹരിപ്പാട്ട് നിന്നും ചെട്ടികുളങ്ങരയിലേക്ക് എത്തിക്കാൻ അനുമതി നൽകിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടുകൂടി ചെട്ടികുളങ്ങരയിലെ 13 കരകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഹരിപ്പാട്ട് എത്തിയിരുന്നു. 12 ദിവസം കഠിന വ്രതത്തോടെ ദേവീഭജനം നടത്തിയവരാണ് എത്തിയത്. ഓരോ കരയിൽ നിന്നും 5 വീതം പ്രതിനിധികളാണ് ഇതിനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വൈകിട്ട് 5 മണിയോടെ ഹരിപ്പാട് ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിനിധികളിൽ നിന്നും ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികളും കരനാഥന്മാരും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി. തുടർന്ന് തിരുവാഭരണമടങ്ങിയ പേടകങ്ങളുമായി ചെട്ടികുളങ്ങരയിലേക്ക് യാത്ര തുടങ്ങി. 4 പേടകങ്ങളിലാണ് തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. കരക്കാർ ഊഴമിട്ട് പേടകങ്ങൾ തലയിലേന്തി. ഹരിപ്പാട് ക്ഷേത്രത്തിൽ നിന്നും പദയാത്രയായാണ് തിരുവാഭരണ പേടകങ്ങൾ ചെട്ടികുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചത്. ഹരിപ്പാട് നിന്നും എഴിക്കകത്ത് ജംഗ്ഷൻ, പ്രതിമുഖം, പള്ളിപ്പാട്, പൊയ്യക്കര, ഇരട്ടക്കുളങ്ങര, നടുവട്ടം, തളിക്കൽ വഴി മാവേലിക്കര, നങ്ങ്യാറുകുളങ്ങര റോഡിലെ പള്ളിപ്പാട് ജംഗ്ഷനിലെത്തി. തുടർന്ന് മുട്ടം, ചൂണ്ടുപലക ജംഗ്ഷൻ, കൊച്ചുവീട്ടിൽ ചെട്ടികുളങ്ങര ഭഗവതിയുടെ പാദസ്പർശമുണ്ടായി എന്ന് വിശ്വസിക്കുന്ന കരിപ്പുഴ, പുതുശ്ശേരി ക്ഷേത്രം എന്നിവിടങ്ങളിലൂടെ തട്ടാരമ്പലത്തിലെത്തി. ആയിരക്കണക്കിന് ഭക്തരാണ് യാത്രയ്ക്ക് അകമ്പടി നൽകിയത്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ദേവിയുടെ എതിരേൽപ്പ് മണ്ഡപത്തിലാണ് തിരുവാഭരണം രാത്രിയിൽ സൂക്ഷിച്ചത്. ബുധനാഴ്ച രാവിലെ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികളും കരനാഥന്മാരും ചേർന്ന് ഘോഷയാത്രയായി തിരുവാഭരണം ശ്രീകോവിലിന് മുന്നിൽ കൊണ്ടുവന്നു സമർപ്പിച്ചു. തന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മേൽശാന്തി വാഴയിൽ മഠം ഗോവിന്ദൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ദേവിക്ക് തിരുവാഭരണങ്ങൾ ചാർത്തി. തുടർന്ന് കാർത്തിക ദർശനം ആരംഭിച്ചു. ഉച്ചയ്ക്ക് പഴയടം മോഹനൻ നമ്പൂതിരി തയ്യാറാക്കിയ അന്നദാനം നടന്നു. വൈകിട്ട് 7 മണി മുതൽ ക്ഷേത്രത്തിൽ രജിസ്ട്രേഷനുള്ള 45ഓളം കുത്തിയോട്ട സമിതികളിലെ 4000-ലധികം വരുന്ന കലാകാരന്മാരുടെ മെഗാ കുത്തിയോട്ടവും നടന്നു. CDNet ന്യൂസ്, കായംകുളം.